ഭയങ്കരമായിട്ട്. ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്കൂടെ? ഹെൽമെറ്റ് വാങ്ങേണ്ടി വരുമോ? ഹെൽമെറ്റ് ഇടേണ്ടി വരും. ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല റോഡ്. ഇതെന്തോ ഇവിടെ എന്തെങ്കിലും ജോലി ഉണ്ടോ ചോദിച്ചോ. അസ്ലിയോ ഹായ് ഹലോ, വെൽക്കം ടു ഫാമിലി ടൈൽസ്. ഞാൻ രൂപേഷ്, എൻ്റെ കൂടെ ഷിജോ ആണെന്നുള്ളത്. അപ്പം ഞങ്ങൾ ഒരു യാത്ര പോയത്, ആ യാത്രയിൽ സംഭവിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ യാത്ര ഞങ്ങൾ എവിടെയൊക്കെ പോയി, അതെല്ലാം നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും ഇൻട്രൊഡക്ഷനിൽ. അതൊക്കെ കമ്മിങ് വീഡിയോസിൽ, കമ്മിങ് പാർട്ടുകളിലൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങിയത് കരുവാരകുണ്ടിൽ നിന്നാണ്. കരുവാരകുണ്ടിൽ നിന്ന് ഞങ്ങൾ നിലമ്പൂർ വന്ന്, നിലമ്പൂരിൽ നിന്ന് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നാടുകാണി വഴി ഞങ്ങളൊരു യാത്ര പോവാണ്. ഈ യാത്രയിൽ ഞങ്ങൾ കണ്ട കാഴ്ചകളും നിങ്ങളെ കാണിക്കാൻ പോകുന്ന കാഴ്ചകളും ഒക്കെയാണ് നിങ്ങൾ ഇൻട്രൊഡക്ഷനിൽ കമ്മിങ് അപ്പായിട്ട് കണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യമേ പറയാം, 10 അല്ലെങ്കിൽ 12 മിനിറ്റുകളുള്ള കുറച്ച് ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഈ വീഡിയോകൾ നമ്മളുടെ യൂട്യൂബിൽ വരിക. അപ്പോൾ എല്ലാതും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടുള്ള മൊമെൻറ്റ്സ്, അല്ലെങ്കിൽ എക്സൈറ്റഡ് ആക്കുന്ന രീതിയിലുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. ഈ ഒരു യാത്ര എവിടെ നിന്ന് തുടങ്ങിയെന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞു. ഇത് എങ്ങനെ എവിടെ ചെന്ന് അവസാനിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ രീതിയിൽ എവിടെയൊക്കെ പോകുന്നുണ്ട്. ചിലപ്പോൾ മിക്കവാറും നമ്മൾ കർണാടക, തമിഴ്നാട്, അതേപോലെ നമ്മൾ ആദ്യം പോകുന്നത് വയനാട്ടിലേക്കാണ്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ളൊരു പ്ലാനൊക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് പരമാവധി പറ്റാവുന്ന അത്രയും വീഡിയോകൾ എടുക്കാം, നിങ്ങൾക്ക് കാണിക്കാം, നിങ്ങളെ ഹാപ്പി ആക്കാം എന്നുള്ളൊരു പേരിലാണ് നമ്മൾ യാത്രകൾ നടത്തിയിട്ട് കുറച്ച് ഒരു ഗ്യാപ്പായി. അപ്പോൾ ഒരു യാത്ര ഒത്തു വന്നപ്പോൾ നമ്മൾ പരമാവധി സ്ഥലങ്ങൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് നാടുകാണി ചുരം ആണ് കയറിക്കൊണ്ടിരിക്കുന്നത്. നാടുകാണി ചുരം എന്ന് പറയുന്നത് തന്നെ ഒരു അത്ഭുതമാണ്. അത് നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള ചില വീഡിയോകളിലൊക്കെ നമ്മൾ നാടുകാണി ചുരം നമ്മളുടെ വീഡിയോസിൽ വന്നിട്ടുണ്ട്. നമ്മൾ മുൻപ് ഒരു വയനാട് ട്രിപ്പ് പോയതിലൊക്കെ നാടുകാണി ചുരത്തിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയിട്ട് അതൊക്കെ ഒന്ന് കാണുക. അപ്പം ഞാനും ഷിജോയും കൂടിയിട്ടുള്ള ഒരു യാത്ര. ഞാൻ ഷിജോ എന്ന് പറയുന്നത് നമ്മൾ ചെറുപ്പം മുതൽ ഒരുമിച്ച് പഠിച്ച് വളർന്ന് വന്ന്, പിന്നെ ഇടക്കാലത്തൊക്കെ ഷിജോ നാട്ടിൽ നിന്ന് മാറി മറ്റ് പല സ്ഥലത്തും പോയി തിരിച്ചു പോകുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഒരു റീയൂണിയൻ പോലെ ഒത്തുകൂടി. ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരേ മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കാനും ഒക്കെ ഉള്ളതുകൊണ്ടും, പിന്നെ ഇടയ്ക്ക് ഇതുപോലുള്ളൊരു യാത്ര നമുക്ക് മനസ്സിനും ശരീരത്തിനും ഒക്കെ തരുന്ന ഒരു ഇതുണ്ടല്ലോ, സംതൃപ്തി, അല്ലെങ്കിൽ ആത്മാവിനോട് തോന്നുന്ന പിന്നെ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ. നമ്മളെപ്പോഴും ഇങ്ങനെ വർക്ക് ഹോളിക്കായിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് പെട്ടെന്ന് തോന്നിയ ഒരു യാത്രയാണ്. ശനിയാഴ്ച രാത്രി വിളിച്ചിട്ടാണ് പോകുന്നത്. നാളെ എന്താ പരിപാടി എന്ന് ചോദിച്ചു. പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലയെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങൾ ഇറങ്ങി തിരിച്ചതാണ്. ഇത് എത്ര ദിവസം നീളുന്നോ അല്ലെങ്കിൽ എന്താണ് പ്ലാൻ എന്നൊന്നുമില്ല, എങ്ങോട്ടാണ് പോകണമെന്നോ അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ ജസ്റ്റ് വയനാട് ചുരം കയറുക, വയനാട് എത്തുക, പിന്നെ എന്താണ് തീരുമാനിക്കുക എന്നുള്ളൊക്കെ ലെവലിൽ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാടുകാണി ചുരം കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ നാടുകാണി ചുരത്തിൽ നമുക്ക് പിന്നെ തിരിച്ചു വരുമ്പോഴൊക്കെ മിക്കവാറും രാത്രി കാലങ്ങളിലൊക്കെ ആണെങ്കിൽ മിക്കവാറും ആനയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന സമയത്ത് ആന ഉണ്ടോ ഇല്ലയെന്ന് നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ നാടുകാണി ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രൈവിംഗ് സീറ്റിൽ ഷിജോ ആണുള്ളത്, ഞാൻ കോ ഡ്രൈവർ സീറ്റിലാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു യാത്രയിൽ, അല്ലെങ്കിൽ ഞാൻ പോകുന്നൊരു യാത്രയിൽ, അല്ലെങ്കിൽ നമ്മൾ വണ്ടി ഓടിച്ച് പോകുന്നൊരു യാത്രയിൽ ഫ്രീ ആയിട്ട് ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ മങ്കീസിനെയൊക്കെ കണ്ടു തുടങ്ങി. അപ്പോൾ നമ്മൾ ഈ യാത്ര എൻജോയ് ചെയ്യാൻ തുടങ്ങിയതിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഡ്രൈവിംഗ് സീറ്റിലായിരിക്കും. അപ്പോൾ ഡ്രൈവിംഗ് സീറ്റിലാവുമ്പോൾ നമുക്ക് ഷൂട്ടിംഗ് അല്ലെങ്കിൽ നമുക്ക് വീഡിയോസ് എടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് കാഴ്ചകൾ എൻജോയ് ചെയ്യാനൊക്കെ ഒരു പരിമിതി ഉണ്ടാവും.
വീഡിയോസ് എടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനൊക്കെ പറ്റിയ ഒരാളെയാണ് ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആളെ ഞാൻ പരമാവധി യൂസ് ചെയ്യുന്നുള്ളൊരു തീരുമാനത്തിലൊക്കെയാണ്. ആളോടും പറഞ്ഞിട്ടുണ്ട് കേട്ടോ പരമാവധി യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ആ ഒരു ഹാപ്പിനെസ്സിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോകുമ്പോൾ കണ്ടൊരു കാഴ്ച കേട്ടോ, ഒരു കാളവണ്ടിയൊക്കെ നമ്മളെ നാട്ടിൽ പന്യം നിന്ന് പോയ ഒരു കാഴ്ചയാണ്. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാളവണ്ടി കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങനെ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചുരത്തിൻ്റെ വ്യൂ ഒക്കെ മനോഹരമായ ഒരുപാട് വ്യൂ പോയിൻറ്റ്സ് ചുരത്തിലുണ്ട്. പക്ഷേ ചുരത്തിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു തിരക്കുള്ള സമയത്താണ് നമ്മൾ ചുരം കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചില സ്ഥലങ്ങളിലൊക്കെ നിർത്താനും അല്ലെങ്കിൽ നമ്മൾ നിർത്തി കാണണം അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ച പല സ്ഥലങ്ങളിലും ഫാമിലീസും ഒക്കെ ആയിട്ട് ഫുഡ് കഴിക്കാനൊക്കെ നിർത്തിയ ഒരു സമയമൊക്കെ ആയിരുന്നു. നമ്മൾ ഏർലി മോർണിംഗ് ആണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭക്ഷണം വീട്ടിൽ നിന്ന് ഉണ്ടാക്കി വന്നിട്ടുള്ള ആളുകളൊക്കെ അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെയാണ് നമ്മളിത് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്തരം സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് വീഡിയോ ചിത്രീകരണം ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ നമ്മൾ ചിത്രീകരിച്ചിട്ടില്ല. അപ്പോൾ നമ്മളങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. കയറുമ്പോൾ ഇങ്ങനത്തെ ലോറികളും ഒക്കെ മുന്നിലുണ്ടെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അവർക്കും ബുദ്ധിമുട്ടായിരിക്കും, അവർ വലിച്ച് കയറി പോകണമല്ലോ. അപ്പോൾ അത്തരം കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നാടുകാണി ചുരം ഒരു അത്ഭുതം തന്നെയാണ്, ഞാൻ വീണ്ടും പറഞ്ഞാണ്. കാരണം അത്രയും മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ആ ഒരു ചുരം പാതയിലൂടെ പോകുമ്പോൾ കാണുക കേട്ടോ. ഒരു ഭാഗത്ത് മനോഹരമായ പ്രകൃതി, അല്ലെങ്കിൽ അപ്പുറത്ത് മലനിരകളും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ ഇപ്പുറത്ത് കൊക്ക പോലെ തോന്നുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളങ്ങനെ ഏകദേശം അതിൻ്റെ മുകളിലേക്ക് എത്തിത്തുടങ്ങി. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ശരിക്കും ഈ ഒരു ഡീവിയേഷൻ എടുത്തിട്ട് പിന്നെ ഇങ്ങോട്ട് ഈ ഒരു സൈഡിലേക്കാണ് കേട്ടോ പോകുന്നത്. നമ്മൾ പോകുന്നത് ഏത് ഭാഗത്തേക്കാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ പോയി കഴിഞ്ഞാലാണ് നമുക്ക് വയനാട്ടിലേക്ക് എത്തുക. അപ്പോൾ ഈ ഒരു വയനാട് യാത്ര നമുക്ക് അവിസ്മരണീയമാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംഗതികളും നമ്മളുടെ ഈ വീഡിയോകളിൽ ഇനി നിങ്ങൾക്ക് കാണാം. നമ്മൾ തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കാനുള്ള സമയമായി. തമിഴ്നാട്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ തമിഴ്നാടിൻ്റെ ഗ്രാമക്കാഴ്ചകളും കാര്യങ്ങളുമൊക്കെ നമ്മൾ നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ നിങ്ങൾ എന്തായാലും നമ്മളെ കൂടെ ഉണ്ടാവണം. ആദ്യമായിട്ട് ആ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഏകദേശം നല്ല വ്യൂ ഉള്ള ഒരു റൂട്ടിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ ഒരു റൂട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു റൂട്ടാണ്. ഈ ഒരു റൂട്ടിൽ പോകുമ്പോൾ ഒരുപാട് കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അത്രയും പ്രകൃതി രമണീയമായ ഒരുപാട് സ്ഥലങ്ങളുള്ള ഒരു റൂട്ടാണ് കേട്ടോ അത്. ഈ ഒരു റൂട്ടിൽ ഇപ്പോൾ തമിഴ്നാട്ടിൻ്റെ ബസ്സാണ് പോയത്. ഈ ഒരു റൂട്ടിൽ KSRTC കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കേരളത്തിൽ നിന്നുള്ള ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും KSRTCയിലൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ ഒരു കാഴ്ച എന്ന് പറയുന്നത് ശരിക്കും KSRTC യാത്രകൾ, ഞാൻ KSRTCയിലെ ഒരുപാട് ഉല്ലാസയാത്രകൾ പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ നമ്പറോ ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മളോട് ചോദിക്കൂ, നമ്മൾ അയച്ചു തരാം. അപ്പോൾ KSRTCൻ്റെ യാത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ KSRTCയുടെ യാത്രകൾ വളരെ മനോഹരമായ യാത്രകളാണ്. അവർ കോർഡിനേറ്റ് ചെയ്യുന്ന കോർഡിനേറ്റേഴ്സ് ആയിക്കോട്ടെ എല്ലാം നമുക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സംഭവമാണ്. കുറേ അധികം അപരിചിതരുമായിട്ടുള്ള യാത്രയാണ് KSRTCയിൽ ഉണ്ടാവുക. പക്ഷേ യാത്ര കഴിയുമ്പോഴേക്കും അവരൊക്കെ നമ്മളെ ഫ്രണ്ട്സ് ആവും, നമ്മളെ പരിചിതരാവും. അപ്പോൾ അത്രയും യാത്രകൾ എൻജോയ് ചെയ്യുക. ശരിക്കും KSRTCയുടെ യാത്ര ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ അത്രയും ഹൈറ്റിൽ ഇരുന്നിട്ട് നമ്മൾ ഈ ഒരു കാഴ്ചകളൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഒരു വ്യൂ ഒരു വേറിട്ട വ്യൂ ആണ്. നമ്മൾ കാറിലൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ച് ഹൈറ്റ് കുറഞ്ഞിട്ടാണല്ലോ ഇരിക്കുക. അപ്പോൾ തന്നെ കാണുന്ന വ്യൂ ഇത്രയും മനോഹരമാണെങ്കിൽ കുറച്ചുകൂടി ഹൈറ്റുള്ളൊരു സർഫസിലിരുന്ന് കാണുന്ന ഒരു വ്യൂവിനെ കുറിച്ചൊന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ അത്തരം കാഴ്ചകളൊക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഉണ്ട്. അത്തരം കാഴ്ചകൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് കാണാൻ. ഞാൻ മൂന്നാർ പോയിട്ടുണ്ടായിരുന്നു, നെല്ലിയാമ്പതി പോയിട്ടുണ്ടായിരുന്നു, ആതിരപ്പള്ളി മലക്കപ്പാറ പോയിട്ടുണ്ടായിരുന്നു KSRTCയുടെ ഉല്ലാസയാത്രാ പാക്കേജിൽ. അപ്പോൾ അത്തരം യാത്രകളൊക്കെ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് കണ്ടോളൂ കേട്ടോ. അടിപൊളി യാത്രകളാണ്. ഒക്കെ നമ്മൾ 4K തന്നെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇതും 4Kയിലാണ്. അപ്പോൾ 4K ദൃശ്യമികവോടെ നിങ്ങൾക്ക് കാഴ്ചകൾ ആസ്വദിക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം വയനാട്ടിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വയനാട് പോയിട്ട് എന്താണ് പ്ലാൻ എന്നുള്ളത് നിങ്ങൾക്ക് നമ്മളെ ഇൻട്രൊഡക്ഷനിൽ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ 900 കണ്ടിയിലേക്കാണ് പോകുന്നത്. 900 കണ്ടിയിൽ പോയിട്ടൊരു ഓഫ് റോഡും അതേപോലെ തന്നെ നമ്മൾ മനോഹരമായ ഒരു ഗ്ലാസ് ബ്രിഡ്ജും അവിടെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉള്ള ഒരുപാട് അതിമനോഹരമായ സ്ഥലമാണ് കേട്ടോ. ശരിക്കും 900 കണ്ടി എന്ന് പറഞ്ഞാൽ നമ്മളെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായ മറ്റേ സ്ഥലത്തിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് വരും. നമ്മൾ അവിടെ പോകണമെന്ന് വിചാരിച്ചിട്ടില്ല. കാരണം അവിടെ നമുക്ക് അത്തരം കാഴ്ചകൾ അതായത് ഒരുപാട് യൂട്യൂബിലും ഒക്കെ വന്നതാണ്, നിങ്ങൾക്കറിയാലോ. അപ്പോൾ അത്രയും ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ശരിക്കും ആ ഒരു ബെയിലി പാലമൊക്കെ കാണണം എന്നൊക്കെ നമ്മുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മൾ അത്തരം സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മളതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റാതിരിക്കുക എന്നുള്ളത് നമ്മുടെ കൂടെ ഉത്തരവാദിത്തമാണല്ലേ. കാരണം അവിടെയുള്ള ആളുകൾ എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് അവിടെ ജീവിക്കുന്നത് ഇപ്പോഴും. കാരണം അവർക്ക് ഇപ്പോഴും അതിൻ്റെ മാനസികമായിട്ടൊന്നും അവർ അതിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ടാവില്ല. ഉറ്റവരെ ഉടയവരെയും നഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട്.
അപ്പോൾ അവരുടെ ഇടയിൽ നമ്മൾ പോയിട്ട് വീഡിയോ എടുക്കുന്നു, എൻജോയ് ചെയ്യുന്നു. ശരിക്കും നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ഒരു ദുഃഖാർത്തരായിട്ടൊന്നും ആവില്ലല്ലോ അവിടെ ചെല്ലുന്നത്. ശരിക്കും ഒരു ടൂറിസ്റ്റ് അവിടെ ചെല്ലുന്നത് എൻജോയ് ചെയ്യാൻ തന്നെ ആയിരിക്കും. ബെയിലിപ്പാലം അല്ല സങ്കടത്തോടെ ഇപ്പോൾ ബെയിലിപ്പാലം കാണാൻ ആരും പോയില്ലല്ലോ. അപ്പോൾ അത്തരം യാത്രകൾ, അത്തരം ഡെസ്റ്റിനേഷൻസ് നിങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ, എൻ്റെ പേഴ്സണൽ സജഷനാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് വരെ പോയിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല എന്നുള്ളതായിരുന്നു നമ്മൾ എടുത്തൊരു ഡിസിഷൻ കേട്ടോ. അപ്പോൾ അത്തരം കാഴ്ചകളൊന്നും നമ്മുടെ ഈ വീഡിയോയിലില്ല. അപ്പോൾ വരും എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് വളരെ മനോഹരമായ വയനാടിൻ്റെ ദൃശ്യഭംഗി കാണിക്കാനുണ്ട്. അതേപോലെ തന്നെ ഓഫ് റോഡ്, അതൊരു 1.5 ഓഫ് റോഡാണ് കേട്ടോ. അപ്പോൾ വരും എപ്പിസോഡുകൾ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഒരുപാട് എക്സൈറ്റഡായിട്ടുള്ള ഒരുപാട് സംഗതികൾ ഈ വരും എപ്പിസോഡുകളിൽ നിങ്ങൾക്കായിട്ട് ഞാൻ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മുടെ വരും എപ്പിസോഡുകളൊക്കെ കാണും, എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.